ഹേ ഗൈസ്, ഇന്നൊരു നൈറ്റ് ഡ്രൈവ് ആട്ടോ ഉദ്ദേശിക്കുന്നത്. ആർക്കൊക്കെ ഈ നൈറ്റ് ഡ്രൈവ് ഇഷ്ടം? ഞാൻ നൈറ്റ് ഡ്രൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രി ഫുഡ് അടിക്കാനാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന സ്പോട്ട് കൊല്ലം കടപ്പാക്കട ധന്യ തിയേറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ശ്രീകൃഷ്ണ വെജിറ്റേറിയൻ ഹോട്ടലാട്ടോ. വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ഒരു സമയത്ത് നല്ല മസാല ദോശ ആയിരിക്കുമല്ലോ. അപ്പോൾ മസാല ദോശ കഴിക്കാനാണ് വന്നത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു, നല്ല പുറത്തൊക്കെ നല്ല തിരക്കായിരുന്നേ. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അകത്തൂടെ കയറി ആൾക്കാരുടെ പറക്ക നിന്നിട്ടാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. ഈ പൊതുവേ മസാല ദോശയിൽ ഈ മസാല എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ വേവാതെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടുത്തെ ഒരു മസാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ വെന്ത മസാലയായിരിക്കും. അതങ്ങോട്ട് പിച്ചി ആ ചട്നിയിലും സാമ്പാറിലും മുക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സൂപ്പറാട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചത് ബട്ടൂരയായിരുന്നു. ബട്ടൂരയും ചട്നിയും മസാലയും ആയിട്ട് കഴിച്ചു. പുള്ളിക്കും അത് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബട്ടൂരയായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കും അത് ഇഷ്ടമായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് കൈയിട്ട് പിച്ചുന്നുണ്ടായിരുന്നേ. ആ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അതിൻ്റെ ഒരു പതിവ് ശീലമാണ്. പിന്നെ ഉഴുന്നുവട, ഈ ഉഴുന്നുവട കഴിക്കാൻ വേണ്ടി മാത്രം അവിടെ ആൾക്കാർ കയറാറുണ്ട്. 2-3 വാങ്ങിച്ച് ചട്നിയായിട്ട് കഴിച്ച് ചായയായിട്ട് പോകും. അത് ചായയൊക്കെ കുടിച്ച് അതങ്ങ് സുഖമായിട്ട് കഴിക്കും. പിന്നെ ബില്ലെടുത്ത് ഫോട്ടോ എടുക്കാൻ വെച്ചപ്പോഴത്തേക്ക് അത് പറന്നുപോയി. 161 രൂപ ആയത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ നേരം സൊറ പറഞ്ഞ് വണ്ടി ഓടിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി. കുറേ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്ത് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞതേയില്ല. എനിക്ക് ഇങ്ങനെയുള്ള ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ കഴിക്കാൻ